ഹായ് കുഞ്ഞീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെ, ഇന്നൊരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സാധനം ഉണ്ടാക്കാം, നമുക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താണെന്ന്. അത് ഇൻസ്റ്റൻറ്റ് പാലട മിക്സാണ് ഇത്. ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല, എനിക്കറിയില്ല. അപ്പം ഞാനിതിൽ ഇൻസ്ട്രക്ഷനൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാനല്ലേ ഉണ്ടാക്കാനുള്ളത്, വേറെ ആരും ഇല്ലല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ ശരി, നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് എടുക്കാനായി എഴുതിയിരിക്കുന്നത്. അതൊന്ന് ചെറിയതായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ 2 ഏലക്കയും കൂടി ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ഈ പായസം മിക്സ് ഈ പാലിലോട്ട് ഒഴിക്കുക. 30 മിനിറ്റ് നന്നായിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കും. കുറച്ച് നെയ്യും കൂടി ചേർത്ത് ഇറക്കുക. ഇതാണ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ, വേറൊന്നുമില്ല. ഞാൻ അതുപോലെ തന്നെ അതിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ 30 മിനിറ്റ് ചെറിയ തീയിൽ ഇങ്ങനെ അപ്പം ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ 30 മിനിറ്റ് ആയപ്പോൾ നന്നായിട്ട് കുറുവി വന്നേ. ഞാൻ കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും തേങ്ങയും പിന്നെ തേങ്ങയും കൂടെ വറുത്ത് അതിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു. എന്നിട്ടൊരു പാത്രത്തിലോട്ട് ജസ്റ്റ് ഒരു ബൗളിലോട്ടാക്കിയിട്ട് കപ്പിലോട്ട് കൊടുത്തു. കപ്പിലെടുത്തത് ഞാൻ കുഞ്ഞിക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ കുഞ്ഞി അവിടെ ഇരുന്നുണ്ട കുടിക്കുന്നതുണ്ട, കൂടെ മണിയനും ഉണ്ട്. പിന്നെ ഞാനൊരു ബൗളിലോട്ട് എടുത്തുകൊണ്ട് വന്ന് ഞാനും കുടിച്ചിട്ട് നല്ല പായസം വന്നിട്ട് അടിപൊളി പായസമായിരുന്നു. ഈ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പായസം എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കാം. പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ലായിരുന്നു. ഇന്ന് എൻ്റെ സ്വന്തം ബർത്ത്ഡേ ആണ് കേട്ടോ. എനിക്ക് വിഷയം ആരില്ല, അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു മീ സ്വന്തമായിട്ട് പറയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ അവൾ എഴുതന്നിട്ട് കേക്കാണേ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള എൻ്റെ കോക്കൻ്റെ കേക്കായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു. അതെ, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.